പ്രണവ് പോവാണല്ലോ. സുജാത എവിടെ പോയാഹോ? സമയം കളയണ്ട, ഞാൻ വന്നിട്ട് നോക്കാം. ആ ഓക്കെ ഓക്കെ. എടാ, നിനക്ക് പോകാൻ സമയമായോ? സമയം ആയെന്നല്ലേ, ഇപ്പൊ തന്നെ ലേറ്റായി. രാവിലെ മീറ്റിംഗ് ഉള്ളതാ, മാനേജർ ഒന്ന് വിളിച്ചോണ്ടിരിക്കുക. എടാ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? വന്നേ, കഴിച്ചിട്ട് പോവാം. വാ. എന്റെ അമ്മ, അതൊക്കെ ഞാൻ എപ്പോഴേ കഴിച്ച്. ഞാൻ ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ആരോ വന്നെന്ന് തോന്നുന്നു. അല്ല, ഇത് ആര്? സുജാത ആന്റിയോ? എടാ, നീ കാണിച്ച കുരുത്തക്കേടിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. കുരുത്തക്കേടോ? എന്ത് കുരുത്തക്കേട്? എടാ, നിന്റെ കല്യാണക്കാരി പറഞ്ഞേ. ഓ, അത് ഒന്നും പറയണ്ട ആന്റി, എല്ലാം പെട്ടെന്നായിപ്പോയി. അല്ല, അങ്ങനെ കല്യാണമായിട്ട് പറയാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പൂച്ചയെ പോലെ നടന്നിട്ട് നീ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചല്ല, സംഭവിച്ചുപോയി. എന്തായാലും കല്യാണത്തിനോ വിളിച്ചില്ല. നിനക്ക് നിന്റെ പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ? അതിനൊക്കെ ഇനിയും സമയമില്ലേ ആന്റി, ഞങ്ങള് വരാം. എടാ, ശ്രുതിയുടെ കല്യാണമാണെന്ന് അത് പറയാനാ സുജാത വന്നേ. അത് കൊള്ളാലോ. അവള് ഡോക്ടറല്ലേ? പയ്യനും ഡോക്ടറാ? ഡോക്ടറാ, പക്ഷെ US-ലാ സെറ്റിൽ ചെയ്തിരിക്കുന്നേ. അല്ല, ഇവിടുന്ന് കല്യാണം വിളിച്ച് അവസാനിപ്പിക്കാനാണ് ശ്രമം. വാ, അകത്തേക്ക് വാ ആന്റി, വാ വാ. വാ. ആ ആന്റി, ഇതാ കക്ഷി, ശിവാനി എന്നാ പേര്. ഇനി വാ മോളെ, എന്റെ ചെറുക്കനെ കറക്കിയെടുത്ത് സുന്ദരിക്കുട്ടി ഒന്ന് കാണട്ടെ. ആ ശിവാനി, ഇത് നമ്മുടെ അടുത്ത ബന്ധുവാ. അമ്മൂമ്മയുടെ അനിയത്തിയുടെ മോളാ, ഡോക്ടർ സുജാത ആന്റി. ഡോക്ടറാണല്ലേ? വെറും ഡോക്ടറല്ല, മദേഴ്സ് മെറ്റേണിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡോക്ടറാ. തിരക്ക് കാരണം ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല.